ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് ഗാർലിക് വേണം. ഇതുപോലെ നന്നായിട്ട് കുട്ടി 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 പീസാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കൂലേ, നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ചോപ്പർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചോപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിലും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അതുപോലെ മല്ലിയിലയും അതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. കുഞ്ഞു 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 അത്രയും നല്ല നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കൂലേ, അതുപോലെ അരിഞ്ഞെടുക്കാം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു സ്നാക്ക് കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുമ്പം ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇത് ഇത്രയേ ഇല്ല കേട്ടോ, ഇതിലും നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണേ. പിന്നെ നമുക്ക് ബട്ടർ ആവശ്യമുണ്ട്. ബട്ടർ ഞാൻ പുറത്ത് വയ്ക്കാൻ മറന്നുപോയി, അപ്പോൾ കാരണം ഇതുപോലെ കട്ടായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പുറത്ത് വയ്ക്കുക, റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനത് കുറച്ച് നേരം അവിടെ വെച്ചു. എന്നിട്ട് മെൽറ്റായതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, നമ്മൾ വെളുത്തുള്ളി ഇല്ലേ, അത് നന്നായിട്ട് കുഞ്ഞു 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 കഷ്ണാക്കൂലേ, അതുപോലെ അരിഞ്ഞെടുക്കണേ. ഇതിലേക്ക് ഞാൻ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ജസ്റ്റ് അതായത് പേസ്റ്റ് ആക്കാൻ മീൻസ് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഡയറക്റ്റ് ബ്രെഡിലേക്ക് ഈ ഒരു ബട്ടർ ഗാർലിക് പേസ്റ്റ് നമ്മൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി നന്നായിട്ട് ബ്രെഡിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബട്ടർ ചേർക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ആദ്യം കുറച്ചൊരു ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇനി അതിൽ മേലെ ചീസില്ലേ, ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്ലൈഡ് ചീസോ മൊസറല്ല ചീസോ ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ലാസ്റ്റ് ക്ലിപ്പിങ്സ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിന്നീടാട്ടോ കാണുന്നത്. നമ്മൾ ആ ചീസ് മെൽറ്റ് ആവുന്ന ടൈമില്ലേ, ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പക്ഷേ അത് ലാസ്റ്റ് ക്ലിപ്പിങ്സ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് പോയി. ബാക്കി എന്താ പറയുക, നമ്മൾ ആ ചീസ് മെൽറ്റ് ആവുമ്പോഴും നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഈ സ്നാക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ ഇരിക്കും, നല്ല ക്രിസ്പി ആൻഡ് ചീസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.